വീക്കെൻഡ് എപ്പിസോഡും വളരെ നല്ലതായിരുന്നു. ബിഗ് ബോസ് ടീം കറക്റ്റ് ഫീഡ്ബാക്ക് എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത എല്ലാവരെയും ലിസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് അല്ല, നിങ്ങൾ കറക്റ്റ് അല്ല. അതായത് അനിൽ, അഭിലാഷ്, ആര്യൻ, രന, അക്ബറിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഫീഡ്ബാക്ക് കൊടുത്തതാണ്, എന്നിട്ടും ചേഞ്ച് ആയില്ല. അപ്പൊ ഈ പ്രാവശ്യം പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടാണ് ആ ഇൻഫർമേഷൻ പോലെ ഇന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പം പുള്ളിക്കാരൻ അതുകൊണ്ട് കുറച്ച് മാറ്റം വരും എന്ന് വിചാരിക്കുന്നു. അപ്പം ഫീഡ്ബാക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും കംപ്ലൈന്റ് പറയില്ല. ഈ സീസണിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, വീക്കെൻഡിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഫീഡ്ബാക്സ് കറക്റ്റ് ആയിട്ട് പോയി ആൾക്കാരുടെ ഗെയിം കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളത്. അത് നല്ലൊരു കാര്യം എന്നേ ഞാൻ പറയുള്ളൂ. ഇനി എല്ലാ കാര്യം ഡിസ്കസ് ചെയ്തോന്ന് വെച്ചാൽ നമ്മൾ ആരും ചിരിച്ച കാര്യമൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻസി ടാസ്കും ക്യാപ്റ്റൻസി കാര്യങ്ങളൊക്കെ നാളെ വരുമായിരിക്കും, അതിൽ ഡിസ്കസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് മാത്രം, അതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ടാസ്കുകൾ, പണിപ്പുര ടാസ്കുകൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തു. അതിൽ അനീഷ് ചെയ്തത്, ഇതുവരെ വിചാരിച്ചിരുന്ന എല്ലാവരും അനീഷ് തെറ്റാണെന്നാണ്. അതായത് അനീഷാണ് മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ളത്, ബാക്കി രണ്ടുപേരും ഭയങ്കര കറക്റ്റ് ആയിരുന്നു. അനീഷ് കാരണം തോറ്റു എന്നാണ് ഇതുവരെ വീട്ടുകാർ വിചാരിച്ചിരുന്നത്. അതിന്റെ ഇത് ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. അനീഷാണ് അവിടെ കറക്റ്റ് ആയിട്ട് ചെയ്തതെന്നും ആര്യന്റെ നിലപാടുകൾ, കുറെ നിലപാട് കാണിച്ചല്ലോ, പലപ്പോഴും വാക്കുകൾ മാറ്റി 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 പറയാ. ആ ടാസ്ക് കൊള്ളാൻ കാരണം ഇവരുടെ ഒരു എന്താ പറയാ, ഒരു ധൈര്യം ഇല്ലായ്മയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ധൈര്യം ടെസ്റ്റ് ചെയ്യുന്ന ടാസ്ക് അല്ലേ. ആ ബോക്സിൽ എന്തായിരുന്നു, ശരിക്കും അതിലൊന്നുമില്ല, ചെയ്യിപ്പിക്കില്ലായിരുന്നു. അത് ജസ്റ്റ് നിങ്ങൾ ധൈര്യം ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് 1000 പോയിന്റ് ഈസി ആയിട്ട് കിട്ടി, അത് സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകായിരുന്നു. അവരെ ചെയ്തില്ല. അവിടെ അവിടെ സത്യം പറഞ്ഞ ആരാ ബോക്സ് തുറക്കുന്നു, അവര് ഹീറോ ആയി മാറിയാണ് ശരിക്കും പറഞ്ഞ ബിഗ് ബോസിൽ. അതിനൊരു ചാൻസ് ആണ് ആര്യൻ അവിടെ എന്താ പറയാ, ആര്യൻ ഇല്ലാതാക്കി. ആര്യനായാലും ജസ്സിലായാലും ആരത് എടുക്കുന്നോ അവര് വേറെ ലെവലായി പോയനെ. അത് അവരങ്ങനെ തന്നെ കളഞ്ഞു പിടിച്ചു. എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ഈ മലയാളം ബിഗ് ബോസിൽ ഒരാളെ കൊണ്ട് ഷേവ് ചെയ്യിപ്പിക്കോ, എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യിപ്പിക്കുന്നു. ഹിന്ദിയിൽ ചെയ്യും. ഹിന്ദി മറ്റു ബിഗ് ബോസുകളൊന്നും നോക്കണ്ട. ഹിന്ദിയിലൊക്കെ ആൾക്കാര് പുരിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പെണ്ണുങ്ങൾ മുടിയൊക്കെ മുറിച്ചിട്ടുണ്ട്. അവ പുരിയും ചെയ്തിട്ടുണ്ട്. പുരിയും ആണാണോ പെണ്ണാണോ ചെയ്തിട്ടുണ്ട്, ഒരു പുരിയും മുറിക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ടാസ്കുകൾ, അവിടെ ടോർച്ചർ ടാസ്കുകൾ, അവിടെ മുളക് പരട്ടിയിട്ട് ആൾക്കാർ നിന്നിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. രാത്രി മുഴുവൻ ഈ ജയിൽ ടാസ്ക് നമ്മൾ പറയുന്നില്ലേ ഭയങ്കര കാഠിന്യമായിരുന്നു എന്ന്. ഹിന്ദിയില് രാത്രി മുഴുവൻ രണ്ട് സ്ത്രീകളാണ്, അവര് രാത്രി മുഴുവൻ ഉറക്കൊളച്ച് നിന്നിട്ടുള്ള ടാസ്കുകളൊക്കെ ഉണ്ട്. നിന്ന് ഒരു കമ്പിയിൽ എന്തോ നിക്കണം, ഒരു അനങ്ങാതെ നിക്കണം, എന്തൊക്കെയോ ചെയ്ത് അങ്ങനത്തെ കുറെ ടാസ്കുകളൊക്കെ അവർ ചെയ്തു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല എന്താണ് എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞും ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല ഇത്. അപ്പൊ ബിഗ് ബോസ് ലെവൽ ടാസ്കിലേക്ക് വരുന്നേ ഉള്ളൂ പതുക്കെ പതുക്കെ. അപ്പം ഇത് ഞാൻ അപ്പൊ തന്നെ ആലോചിച്ചു, ഈ മലയാളത്തിൽ അതൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഹിന്ദിക്കാരാണെങ്കിൽ അവരൊക്കെ ചെയ്യൂട്ടോ. ഇപ്പൊ അനു ഒക്കെ റെഡിയായി വന്നില്ലേ, അതാണ് പ്രശ്നം. അവിടെ റെഡിയായി വന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അനു, ശൈത്യ, ഇവരൊക്കെ റെഡിയായിരുന്നു, ഞങ്ങൾ മുട്ടയടിക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അവിടെയാണ് ഇവർ ചീറ്റിപ്പോയത് ശരിക്കും പറഞ്ഞാൽ. എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു ആലോചിച്ചോക്കെ. ആരും റെഡിയല്ല എങ്കിൽ അത് വേറെ ലെവലായേനെ. അപ്പൊ എല്ലാവർക്കും ആരും കുറ്റപ്പെടുത്തില്ല. പക്ഷെ ഇപ്പം റെഡിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അഭിഷേകിനൊക്കെ ദേഷ്യം അതുകൊണ്ടാണ് വന്നത് അല്ലേ. അത് ഇവർ വിട്ടിട്ട് ഞങ്ങൾക്കൊന്നും ചാൻസ് തരാതെ ഇവരെ മാത്രം എപ്പോഴും വിടുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് എപ്പോഴും ഉണ്ട് അല്ലേ. ഇവരെ മാത്രം കൊടുക്കത്തുള്ളൂ. അപ്പൊ അതാണ്. പിന്നെ ധൈര്യശാലി ടാസ്ക് വേറെ കാര്യമുണ്ട്. അനീഷാണ് ആദ്യം കയറിയത്. അനീഷ് ധൈര്യപൂർവ്വമാണ് പുള്ളിക്കാരൻ ആദ്യം എടുത്തത് കേട്ടോ. മറ്റു രണ്ടുപേരും പതുക്കെയാണ് പോയത് സത്യം പറഞ്ഞാൽ. അപ്പൊ അനീഷ് അതും ചെയ്തുകൊണ്ടാണ് ഫസ്റ്റിലെത്തിയത്. അപ്പൊ അനീഷ് പറഞ്ഞ റീസൺ കറക്റ്റ് ആണ് അല്ലേ, ലാലേട്ടനോട് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് എത്തി, ഞാൻ ആദ്യം കയറി, എനിക്ക് കിട്ടിയത് ഞാൻ എടുത്തു, ഞാൻ അതിന് എന്തിനാ ഞാൻ കൊടുക്കണം, കറക്റ്റ് ആണ്. പിന്നെ ടാസ്ക് തുടങ്ങി കഴിഞ്ഞു, പുള്ളിക്കാരൻ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, പിന്നെന്താണ്. അപ്പൊ ലാലേട്ടൻ അത് പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും. അപ്പോഴാണ് അക്ബറിനൊക്കെ മനസ്സിലായത് അക്ബർ ചെയ്ത കാര്യങ്ങളൊക്കെ എത്ര നെഗറ്റീവായിട്ടുണ്ടാവുന്നു അല്ലേ. ഒരാളെ എറിയുക, ബാഡ് വേർഡ് യൂസ് ചെയ്യുക, അയാൾ മാത്രം ആ ടാസ്ക് ശരിക്കും കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. അയാളെയാണ് നിങ്ങൾ എറിയലും മറ്റേ മോശം വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തെന്നുള്ളത് മനസ്സിലാകുമ്പോൾ അക്ബറിനൊക്കെ ശരിക്കും മനസ്സിലായി. ശരത്തിനും അക്ബറിനും ഇന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും അവർ നെഗറ്റീവിലായിട്ടാണ് പോകുന്നത്. ഒന്നില്ലെങ്കിൽ അവർ സ്പ്ലിറ്റായി കളിക്കും, അല്ലെങ്കിൽ അവർ ഗെയിം ഒന്ന് ശരിക്കും ഒരുമിച്ച് തന്നെ നിന്നിട്ട് ഗെയിം മാറ്റി കളിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന് കേട്ടോ.
അത് കഴിഞ്ഞിട്ടാണ് ഭൂമി കയ്യേറ്റം ടാസ്കിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അതൊക്കെ നല്ലായിരുന്നുണ്ട്. അത് അന്നും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം കണ്ടസ്റ്റൻസ് ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഈ തവണത്തെ ഒരു കുഴപ്പമില്ല. ഒരാൾ വിമൻ കാർഡോ അങ്ങനത്തെ കാർഡുകളൊന്നും എടുക്കാതെ കളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അത് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ തവണത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ കറക്റ്റായിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അപ്പം നോ പ്രോബ്ലം. പക്ഷേ രേണു സുധി ഒന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം ടാസ്കും ചെയ്യുന്നില്ല പുള്ളിക്കാരി. പിന്നെ നമ്മൾ എന്ത് പറയാനാണ് രേണു സുധീനെ കുറിച്ച്? എനിക്ക് ആ രേണു സുധീനെ കുറിച്ച് ഞാൻ ഈ ഫുൾ സീസണിൽ തന്നെ 1-2 പ്രാവശ്യം അക്ബറിന്റെ ഇഷ്യൂ വന്ന ആ കാര്യത്തിലല്ലാതെ പുള്ളിക്കാരിയുടെ പേര് തന്നെ ഞാൻ എടുത്തിട്ടില്ല. റെനാനൊക്കെ എത്ര പ്രാവശ്യം പേരെടുത്തു, പക്ഷെ രേണു സുധിയുടെ പേര് ഞാൻ എടുത്തിട്ടില്ല അധികം. അപ്പം കണ്ടന്റ് ഒട്ടും തരുന്നില്ല. ഇതിനെ കണ്ടന്റ് തരാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ തന്നെ എന്തെങ്കിലും ടാസ്ക് വഴി രേണുവിനെ ഔട്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടന്റ് തരാത്ത ആൾക്കാരെ ഈ തവണത്തെ ബിഗ് ബോസ് ഇങ്ങനെ ഒരുപാട് കൊണ്ടു നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് അവർക്ക് തന്നെ ഒരു പ്രോഫിറ്റബിൾ അല്ല. എന്താണത്? ഒത്തുമില്ലാതെ അത് കാര്യമില്ല. പിന്നെയാണ് ഹോട്ട് സീറ്റ് ഇഷ്യൂവിന് ഡിസ്കഷൻ വന്നത്. ഹോട്ട് സീറ്റ് ഇഷ്യൂ ഞാനും പറയാലോ, സരികയാണ് ശാരികയോട് പോയി പറഞ്ഞത്. സരിക എന്ന് പറഞ്ഞാൽ കലാഭവനാണ് നമ്മുടെ ശാരികയോട് പോയിട്ട് പറഞ്ഞത് എനിക്ക് ഹോട്ട് സീറ്റ് ചെയ്യാൻ നമുക്ക് തോന്നിട്ട്. എന്നിട്ട് പുള്ളിക്കാരി ഹോട്ട് സീറ്റിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആൻസർ ചെയ്യുന്നില്ല, അങ്ങനെ പറഞ്ഞില്ല. ലാലേട്ടൻ പറഞ്ഞില്ല, അത് തന്നെയാണ് ഒരു വഴി. അത് ചോദിച്ചു വാങ്ങിച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറയുക, അത് ശരിയല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ സരിക അവിടെ നെഗറ്റീവ് ആവുകയാണ് ചെയ്തത്. എനിക്ക് ആ സരിക നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നി. കാരണം അന്നേരം സോൾവ് ചെയ്ത് പോയ കാര്യം പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് പൊക്കി വരുന്നത് എന്താണ്? കാരണം ബാക്കിയുള്ളവരും കൊണ്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളിക്കാർക്ക് അപ്പോഴാണ് ക്ലിക്ക് ആയതെന്ന് തോന്നുന്നു. കാരണം ബാക്കി കേസുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അന്നേരമാണ് ബിൻസി പോയ സമയം. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരി അത് എടുത്ത് വന്ന് പിന്നെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ നോക്കിയതെന്നാണ്. പക്ഷെ അത് പുള്ളിക്കാരി ബാക്ക് ഫയർ ചെയ്തു. അത് ഇരുന്ന ഒരു ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ആയിരിക്കെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരുടെ എവിക്ഷൻ ഉണ്ടാകുന്നത് കേട്ടോ. എവിക്റ്റ് ഒക്കെ ആയിപ്പോയി. എവിക്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പം സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സർപ്രൈസാണ് തോന്നിയത്. ഇവരുടെ ടീമിലായിരുന്നില്ലേ നമ്മുടെ ശരത്തും നമ്മുടെ അക്ബറൊക്കെ, അവരൊക്കെ മൊത്തം വലിയ വിഷമോ ശരിക്കും എനിക്ക് കണ്ടില്ല. പിന്നെ മാത്രമല്ല ശരത്ത് ഓൾറെഡി ഇവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സരിയോട്, അതായത് സ്വന്തം വൈഫിനെ പോയി കാണാൻ പോവുകയാണെങ്കിൽ. അപ്പൊ ഉറപ്പായിരുന്നോ പോകുന്നു സ്വന്തം ടീംമേറ്റ്? പിന്നെ റെന എത്ര പ്രാവശ്യം പറഞ്ഞു പോവുമല്ലോ പുള്ളിക്കാരി കരയെ വരെ ചെയ്തു തോന്നുന്നു. അപ്പം അറ്റ്ലീസ്റ്റ് സരികയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല അതിനുള്ളിൽ, കളിക്കണം, ഗെയിം കളിക്കാൻ സരിക മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സരിക ഗെയിം കളിച്ചില്ല, പുറത്തു പോകേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വേറെ എന്താ പറയാ, ഭയങ്കര വേറെ നല്ല കണ്ടസ്റ്റൻസ് ഇനിയും ഉണ്ടല്ലോ. പിന്നെ ഇവർ നിന്നിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടന്റ് തരത്തിലും സരികയുടെ കണ്ടന്റ് വളരെ കുറവായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. ഒരു ശാരിക പിന്നെയും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. ഒരു വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഒരാൾ ഉണ്ടാക്കുന്ന ഇഷ്യൂവിൽ പോയിട്ട് പറയുന്ന നല്ല അഭിപ്രായം. സ്വന്തമായിട്ട് കാര്യം പറയുമ്പം അതിൽ മറ്റുള്ളവർ നിങ്ങൾ റിയാക്ട് ചെയ്യുക, നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യുക, അതാണ് ഒരു ശരിക്കും പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, അല്ലേ? എനിക്ക് അതിനെ തോന്നി. അപ്പൊ ശാരിക അവിടെ പിന്നെയും ചെയ്തിട്ടുണ്ട്, സരികയുടെ വളരെ കുറവായിരുന്നുള്ളൂ. അതാണ് സരിക ഔട്ടായി പോയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ഈ വക കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അക്ബറിനും ശരത്തിനും ഇപ്പൊ ക്ലൂ നല്ലപോലെ കിട്ടിയിട്ടുണ്ടാവണം. അവരുടെ ടീം എങ്ങനെയാണ് പോകുന്നത്, നെഗറ്റീവിലേക്കാണ് പോകുന്നത്, അത് കറക്റ്റ് ചെയ്ത് പോണം എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആര്യനെ ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആര്യന്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും സീരിയസ്നെസ് ഒന്നും മനസ്സിലായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരന് ഇപ്പോഴും വിചാരം പുള്ളിക്കാരൻ എന്തോ ആണെന്നാണ്. അതെനിക്കറിയില്ല. ഇനി ലാലേട്ടൻ നാളെ വന്നിട്ട് എന്തെങ്കിലും ഒന്നുകൂടി ഒന്ന് പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആര്യൻ നല്ലൊരു ഗെയിമറാണ്. ഈ എന്താ പറയാ, ഒരാളെ പുച്ഛിച്ച് ചിരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആര്യന്റെ ഗെയിം പോകുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആര്യനെ കുറച്ചും കൂടി ഒന്ന് ഉപദേശിച്ചാൽ ആര്യന് കുറച്ചൊരു മനസ്സിലാകും. ഇന്നും ഉണ്ടായിരുന്ന ഒരു വിഷയം ഏതാണെന്നറിയാമോ? നമ്മുടെ അനീഷായിട്ട് സാൻഡ്വിച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, ലൈവിൽ കണ്ടായിരുന്നു. അനീഷിന് സാൻഡ്വിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അനീഷ് കംപ്ലൈന്റ് ചെയ്യുമ്പം ഹൗസ് ക്യാപ്റ്റനാണ് ആര്യൻ കേട്ടോ. ആര്യൻ അനീഷിനെ പുച്ഛിച്ച് കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതിന്റെ ആവശ്യമുണ്ടോ? അതല്ല, ഒരാൾക്ക് ഒരു സാൻഡ്വിച്ച് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ, ഒരാൾക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സങ്കടമാണത്. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി, ഓക്കെ ഫൈൻ, ബട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കുന്നതിന് പകരം ആ കംപ്ലൈന്റ് പറഞ്ഞ ആളെ മോശമാക്കി പറയാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ ഭയങ്കര ഡോങ്കി എന്നൊക്കെ വിളിക്കുക, അങ്ങനെയൊക്കെ ഞാൻ കേട്ടായിരുന്നു ലൈവില്. അത് നല്ല കാര്യമല്ല. ആര്യന് കുറച്ച് പ്രശ്നമുണ്ട്, അത് ശരിയാക്കി കൊണ്ടുവരണം എന്നാണ്
എനിക്ക് തോന്നുന്നു. അപ്പം കുറച്ചും കൂടി ഒന്ന് ലാലേട്ടൻ നാളെ ക്യാപ്റ്റൻസിയുടെ ഒക്കെ ഇത് വരുവാണെങ്കിൽ പറയുവാണെങ്കിൽ ചിരിക്കുന്ന ഇഷ്യൂ ഒക്കെ പറയുവാണെങ്കിൽ നന്നായാനേ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജിസലിന് വേറെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ജിസലിന് ഒറ്റയ്ക്ക് കളിക്കാവുന്നേ ഉള്ളൂ. ജിസൽ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ നല്ല ഗ്രൗണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ജിസലിന് അവിടെ കണക്ഷൻസ് ഉണ്ട്. ജിസലിന് നോമിനേഷൻസിൽ വരാനുള്ള കുറവായിരിക്കും. നോക്കിക്കോ, ഇനി അങ്ങോട്ട് പോവേ ലേഡീസ് ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യും ഇന്നലത്തെ കോഫി ഇഷ്യൂസ് ഒക്കെ കൊണ്ട്. കോഫി ഇഷ്യൂ ചോദിച്ചില്ല പറഞ്ഞോണം. കോഫി ഇഷ്യൂ ചോദിച്ചിട്ടില്ല. അപ്പൊ നാളെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും കോഫി ഇഷ്യൂ ഒക്കെ അല്ലേ. കോഫി ഇഷ്യൂ ഒക്കെ നാളെ ചോദിക്കുമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നുണ്ടായത്. പക്ഷെ ജിസൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി അങ്ങോട്ട് പോവേ സ്ട്രോങ് ആയിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വലിയ എന്താ അബദ്ധങ്ങളൊന്നും കാണിക്കാതിരുന്നാൽ മതി ആര്യൻ്റെ കൂടി. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതൊക്കെ ഉണ്ടായതുള്ളൂ. ഇനി നാളത്തേല് എവിക്ഷൻസ് ഉണ്ട്. ആരാ പോകുന്നതെന്ന് അറിയില്ല. ശൈത്യാവാം, അല്ലെങ്കിൽ മറ്റേ ശാരികയാണോ, ഇനിയിപ്പോ റെനയാണോ? എനിക്ക് തോന്നുന്നില്ല റെന പോകുന്നത്. പക്ഷെ ആരാന്നറിയില്ല. ഏതൊരു ലേഡി ആയിരിക്കും എന്തായാലും പോകുന്നത് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ജെൻസിൽ അങ്ങനെ ആരും അങ്ങനെ മോശമായിട്ട് കളിക്കുന്നവരില്ല. എല്ലാവർക്കും നിൽക്കാവുന്ന ഒരു യോഗ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പം നമുക്ക് നോക്കാം ആരാണ് പോകുന്നതെന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് ഞാൻ പറയാനുള്ളത്. ആര്യന് എല്ലാവരും അപ്പൊ പണിപ്പുര ടാസ്കും എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നാളെ എന്താണാവോ പറയാൻ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ, എവിക്ഷനും ടാസ്കും ഒക്കെ. അപ്പൊ അതുവരെ അത്രേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ വരുന്നവരെ ബൈ.